ഹലോ ഫ്രണ്ട്സ്, മെക്കീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് EDCA 5th മൊഡ്യൂളിലെ സിംഗിൾ ഫേസ് മോട്ടറിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം, പിന്നെ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതായത് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ഡബിൾ ഫീൽഡ്, റിവോൾവിംഗ് തിയറി അത് പറഞ്ഞു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിങ്. അതായത് എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ ഇത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കണം. പക്ഷേ നമുക്കതൊരു അഡീഷണൽ മീൻസിൽ കൂടെ അതായത് അഡീഷണൽ ഫ്ലെക്സ് നമ്മൾ സപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത്, അങ്ങനെയുള്ള അഡീഷണൽ മീൻസിലൂടെയാണ് നമ്മൾ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ മീൻസിൻ്റെ ബേസിസിലാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ടൈപ്പ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് റൺ ടൈപ്പ് ആൻഡ് ഷെയ്ഡഡ് പോൾ ടൈപ്പ്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മളുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് ഫേസ് ടൈപ്പിനെയാണ്. സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ്. അപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് എങ്ങനെയാണ് അതിൻ്റെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്ത് മോഡിഫിക്കേഷനാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ കണക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു റോട്ടറുണ്ട്, മെയിൻ വൈൻഡിങ് ഉണ്ട്. അതിന് റോട്ടർ മെയിൻ വൈൻഡിങ്ങും ആണല്ലോ സാധാരണ ഒരു ഇൻഡക്ഷൻ മോട്ടറിന് ഉണ്ടാവുക. അപ്പോൾ അതിന് പുറമേ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന 2 കാര്യം എന്ന് പറയുന്നത് ഓക്സിലറി വൈൻഡിങ്ങും സെൻട്രിഫ്യൂഗൽ സ്വിച്ചുമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിന് എന്തുണ്ട്? സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്നറിയപ്പെടുന്ന ഒരു എക്സ്ട്രാ വൈൻഡിങ് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ, ഒരു വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോഴേക്കും ഓക്സിലറി വൈൻഡിങ് കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ IA എന്നും, മെയിൻ വൈൻഡിങ് കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ IM എന്നും നമ്മൾ ഡിനോട്ട് ചെയ്തു. അത് വെച്ചിട്ടാണ് ഈ ഒരു ഡയഗ്രാമും, ഈ ഒരു ഫേസ് ഡയഗ്രാമും, പിന്നെ ഈ ഒരു കണക്ഷൻ ഡയഗ്രാമും വരച്ചിരിക്കുന്നത്. ഒരു റെസിസ്റ്ററുണ്ട്, ഇൻഡക്ടറുണ്ട്, 2 റെസിസ്റ്റർ 2 ഇൻഡക്ടറും ഉണ്ട്. അതായത് മറ്റേ എന്താണ് നമ്മുടെ മെയിൻ വൈൻഡിങ്ങിനെയും ഓക്സിലറി വൈൻഡിങ്ങിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ റോട്ടറുണ്ട്, പിന്നെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കാണിച്ചിട്ടുണ്ട്. IA എന്ന് പറയുന്നത് ഓക്സിലറി വൈൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. RA എന്ന് പറയുന്ന ഓക്സിലറി വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസ് ആണ്. ഓക്സിലറി വൈൻഡിങ്ങിന് ഇൻഡക്റ്റൻസ് ആണ്. XA എന്ന് പറയും, ഇൻഡക്റ്റൻസ് അല്ല, റിയാക്റ്റൻസ്. മെയിൻ വൈൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് IM, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് RM, റിയാക്റ്റൻസ് ആണ് XM. അപ്പോൾ എന്താണ് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ടോർക്ക് ദർ ഷുഡ് ബി എ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ 2 വൈൻഡിങ് കറണ്ട്സ്. അതായത് നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിൻ്റെയും മെയിൻ വൈൻഡിങ്ങിൻ്റെയും കറണ്ടുകൾ തമ്മിൽ ഒരു ചെറിയൊരു ഫേസർ ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസർ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. എന്തിനാണ്? നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ. IM എന്ന് പറയുന്ന സംഭവം, അതായത് മെയിൻ വൈൻഡിങ് കൂടെയുള്ള പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? φm പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൻ വൈൻഡിങ്ങിലൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടു ഗെറ്റ് ദ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ IM ആൻഡ് IA, ഓക്സിലറി വൈൻഡിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൈൻഡിങ് ഹാവിങ് മോർ റെസിസ്റ്റൻസ് ആൻഡ് ലെസ് റിയാക്റ്റൻസ് വാല്യൂ. അപ്പോൾ ഈ φm ആണ് IMഉം IAയും, അതായത് ഓക്സിലറി വൈൻഡിങ്ങിലെ കറണ്ടും മെയിൻ വൈൻഡിങ്ങിലെ കറണ്ടും തമ്മിലൊരു ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുതലും റിയാക്റ്റൻസ് കുറവുമായിട്ടുള്ള വൈൻഡിങ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫേസ് ഡയഗ്രാം നമ്മളിപ്പോൾ വരയ്ക്കുകയാണ്. ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ IAയും IMഉം തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ബീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ IA ആൻഡ് IM എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ IA ആൻഡ് IM എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും IM മൈനസ് IA ആണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ φmഉം IA എന്ന് പറയുന്ന ലൈനും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് φAയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബീറ്റ എന്ന് പറയുന്നത് φm മൈനസ് φA എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ ടോർക്ക് മാക്സിമം ആയാലാണ് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ പറ്റുക. അപ്പോൾ മാക്സിമം ഇനിഷ്യൽ ടോർക്ക് കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് XM/RM, അതായത് റിയാക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് റേഷ്യോ
എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. അതായത് റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്ന സാധനം മെയിൻ വൈൻഡിങ്ങിന് കൂടുതലും ഓക്സിലറി വൈൻഡിങ്ങിന് കുറവുമായിരിക്കണം. അതായത് XM/RM ഷുഡ് ബി വെരി ലാർജർ ദാൻ XA/RA, അതായത് റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് റേഷ്യോ ഓഫ് ഓക്സിലറി വൈൻഡിങ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിൽ നിന്ന് എങ്ങനെ എഴുതാം? XM ഷുഡ് ബി ഗ്രേറ്റർ ദാൻ XA എന്നും RM ഷുഡ് ബി ഗ്രേറ്റർ ദാൻ RA എന്നും എഴുതാം. സോ XM ഷുഡ് ബി ഗ്രേറ്റർ ദാൻ XA, അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇൻ ദ സ്റ്റേറ്റർ വി മേക്ക് വൈൻഡിങ് ഇൻ ഡബിൾ ലെയർ വെയർ മെയിൻ വൈൻഡിങ് ഈസ് കെപ്റ്റ് ഇൻ ദ ഇന്നർ സൈഡ്. അതായത് മെയിൻ വൈൻഡിങ് എവിടെയാണോ കീപ്പ് ചെയ്യുന്നത് അത് ഒരു ഡബിൾ ലെയർ ആയിട്ട് ഇന്നർ സൈഡിൽ ഒരു ഡബിൾ ലെയർ ആയിട്ട് കൊടുക്കുകയും ഓക്സിലറി വൈൻഡിങ്ങും ഈ കാണിക്കുന്ന പോലെ, ഇതാ ഈ ഫിഗർ കാണിക്കുന്ന പോലെയാണ് ഓക്സിലറി വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങും കൊടുക്കുന്നത്. ഇന്നർ സൈഡിലായിട്ടാണ് ഇന്നർ സൈഡിലായിട്ട് ഡബിൾ ലെയർ ആയിട്ട് കൊടുക്കും. ഓക്കെ, വെനെവർ വൈൻഡിങ് ഈസ് കെപ്റ്റ് ഇൻ ഇന്നർ സൈഡ് ലീക്കേജ് ഫ്ലക്സ് വിൽ ബി മോർ, സോ XM വിൽ ബി മോർ. അപ്പോൾ ഇങ്ങനെ ഇന്നർ സൈഡിൽ വയ്ക്കുക, മെയിൻ വൈൻഡിങ് നമ്മൾ ഇന്നർ സൈഡിലേക്ക് വയ്ക്കുകയാണെങ്കിൽ അവിടെ എന്താണോ സംഭവിക്കുന്നത്? ലീക്കേജ് ഫ്ലക്സ് അവിടെ കൂടുതലായിരിക്കും. ആ ലീക്കേജ് ഫ്ലക്സ് കൂടുതലായതുകൊണ്ട് തന്നെ മെയിൻ വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസ് പറയുന്നതും കൂടുതലായിരിക്കും. സോ ഇത് XM ഷുഡ് ബി ഗ്രേറ്റർ ദാൻ XA എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തു? വൈൻഡിങ് ഇന്നർ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ലെയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? XMൻ്റെ വാല്യൂ, അതായത് മെയിൻ വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഇനി ഉള്ള ഇതെന്ന് പറയുന്നത് RM ഷുഡ് ബി വെരി ലെസ് ദാൻ RA. അപ്പോൾ RA ആയിരിക്കണം അവിടെ കൂടുതൽ, റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ കൂടുതലെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ റെസിസ്റ്റൻസ് കുറവാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വേണ്ടത് ഓക്സിലറി വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലും മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കുറവുമായിട്ടുമാണ് വേണ്ടത്. ദ മെയിൻ വൈൻഡിങ് വിൽ ബി ഗിവൻ എ തിക്ക് വയർ ആൻഡ് ഓക്സിലറി വൈൻഡിങ് വിൽ ബി ഗിവൻ എ തിൻ വയർ. സോ മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം, പിന്നെ ഓക്സിലറി വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ വൈൻഡിങ്ങിൻ്റെ വയർ അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങിൻ്റെ തിക്നെസ് കൂടുതലുള്ള വൈൻഡിങ് ഉപയോഗിക്കുകയും ഓക്സിലറി വൈൻഡിങ്ങിനായിട്ട് തിൻ വയർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സോ XM/RM എന്ന് പറയുന്നത് XA/RAയേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ RAയുടെ വാല്യൂ നമുക്ക് ആ ബേസിക് ലോജിക്കിൽ കൂടെ തന്നെ മനസ്സിലാവും. XM/RM എന്ന് പറയുന്നത് XA/RAയേക്കാൾ വളരെ കൂടുതലായിരിക്കും. സോ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് പ്രാക്ടിക്കലി വിൽ നോട്ട് ക്രോസ് 30. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. അതായത് ആ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 30 ഡിഗ്രിയേക്കാൾ കൂടില്ല. ടോർക്ക് ആൽഫ സൈൻ ബീറ്റ ആസ് ബീറ്റ ഈസ് ലെസ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. അതായത് ഈ സൈൻ വാല്യൂസ്, ഈ ഒരു ബീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ സൈൻ വാല്യൂസ് കൂടുന്തോറും നമ്മുടെ ടോർക്ക് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ. ആസ് ബീറ്റ ഈസ് ലെസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് വിൽ ബി ലെസ്. അപ്പോൾ ബീറ്റ എത്രത്തോളം കുറയുന്നുണ്ടോ അത്രയും സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. ഇത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെഷീൻ്റെ മേജർ ലിമിറ്റേഷനാണ്. ദീസ് മോട്ടോഴ്സ് ഹാവിങ് ലോ സ്റ്റാർട്ടിംഗ് കറണ്ട് ആൻഡ് മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പോൾ സ്പ്ലിറ്റ് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന് എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് കറണ്ട് ലോ ആയിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ഹൈ സ്റ്റാർട്ടിംഗ് പവർ ആയിരിക്കില്ല, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കില്ല, ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. കാരണം എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് സൈൻ ബീറ്റയായിട്ട് പ്രൊപ്പോർഷണലാണ്. സൈൻ ബീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയേക്കാൾ കൂടില്ല, അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രിയേക്കാൾ കൂടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് once the motor picks up the speed, the motor will start rotating. We have to open CS when the speed reaches 70 to 80% of the speed. അപ്പോൾ നമുക്ക് ഈ സ്പ്ലിറ്റ് ടൈപ്പ് ഇൻഡക്ഷൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്ത് ഒരു 70 to 80% ഓഫ് ദ സ്പീഡ്, ആ മെഷീൻ്റെ 70 to 80% ഓഫ് ദ സ്പീഡ് അത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇഫ് ദ CS ഈസ് നോട്ട് ഓപ്പൺ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് 70 to 80% ഓഫ് ദ സ്പീഡ്, ആ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഹ്യൂജ് I²R ലോസ്, അതായത് അവിടെ പവർ ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓക്സിലറി വൈൻഡിങ് ഹാസ് ഹ്യൂജ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് തിൻ വയർ. If it continuously kept in operation because of this resistance, I²R losses in a very high, and so much heat will be produced
ആൻഡ് ദർ ഇസ് എ ചാൻസ് ഫോർ മോട്ടർ ടു ബി ഡാമേജ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ I²R ലോസ് അല്ലെങ്കിൽ അവിടെ പവർ ലോസ് ഉണ്ടാകും. കാരണം എന്താണ്? അവിടെ ഓക്സിലറി വൈൻഡിങ് ചെറിയ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അതായത് തിൻ വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? I²R ലോസ് എന്ന് പറയുന്ന സംഭവം വളരെയധികം കൂടുതലായിരിക്കും. മാത്രമല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ചിലപ്പോൾ മെഷീന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ദിസ് ടൈപ്പ് ഓഫ് മോട്ടർ കനോട്ട് ബി യൂസ്ഡ് വെയർ ഫ്രീക്വൻറ്റ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ഈസ് ഡൺ. എപ്പോഴും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓൺ ചെയ്യേണ്ടയും ഓഫ് ചെയ്യേണ്ടയും അവസ്ഥ വരുന്ന സിറ്റുവേഷൻ വരുന്ന കണ്ടീഷനിലൊന്നും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും എന്ത് ഉപയോഗിക്കാറില്ല? സ്പ്ലിറ്റ് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഉപയോഗിക്കാറില്ല. സോ ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി 2 സിമ്പിൾ വൈൻഡിങ്സ് വിൽ ബി യൂസ്ഡ്. സൈസ് ഓഫ് ഓക്സിലറി വൈൻഡിങ് വിൽ ബി സ്മോൾ, ദെയർഫോർ കോസ്റ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. 2 സിമ്പിൾ വൈൻഡിങ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മെയിൻ വൈൻഡിങ്ങിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു തിൻ വയർ കൊണ്ടുള്ള ഒരു ഓക്സിലറി വൈൻഡിങ് കൂടെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? വൈൻഡിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. അതുകൊണ്ട് തന്നെ വൈൻഡിങ് ചീപ്പായിട്ട് കിട്ടും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കിട്ടും. നോ റിക്വയർമെൻറ്റ് ഓഫ് കപ്പാസിറ്റർ, സോ നീഡ് ഓഫ് ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ്. കപ്പാസിറ്ററിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഇടയ്ക്കിടയ്ക്കുള്ള മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുന്നില്ല. സിൻസ് ദ കറണ്ട് IA ആൻഡ് IM ആർ സ്പ്ലിറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ആൻ ആംഗിൾ ബീറ്റ, ഇറ്റ് ഈസ് നോൺ ആസ് എ സ്പ്ലിറ്റ് ഫേസ് മോട്ടർ. ഇവിടെ എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടൈപ്പ് മോട്ടർ എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ IA ആൻഡ് IM ഓക്സിലറി വൈൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും മെയിൻ വൈൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും തമ്മിലൊരു ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അതായത് ഫേസ് ആംഗിളുണ്ട്. ആ ആംഗിൾ ബീറ്റയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ഫേസ് മോട്ടർ എന്ന് വിളിക്കുന്നത്. അത് തമ്മിലുള്ളൊരു ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ഫേസ് മോട്ടർ എന്ന് വിളിക്കുന്നത്. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ റിവേഴ്സിംഗ് ദ ടെർമിനൽസ് ഓഫ് എയ്തർ മെയിൻ ഓർ ഓക്സിലറി വൈൻഡിങ്. നമുക്കിപ്പോൾ അത് ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ വൈൻഡിങ്ങിൻ്റെയും ഓക്സിലറി വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഫാൻസിൽ, ബ്ലോവേഴ്സ്, ഗ്രൈൻഡേഴ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, വാഷിംഗ് മെഷീൻ, ഓയിൽ ബേണേഴ്സ് എന്നൊക്കെ അതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അവൈലബിൾ ഇൻ ദ റേഞ്ച് ഓഫ് 1/20 to 1/2 kW. അതാണ് അതിൻ്റെ റേഞ്ച്. അതായത് 1/20 എന്ന് പറയുമ്പോൾ 1/20 to 0.5 kW. പിന്നെ വരുന്നത് യൂസ്ഡ് വെയർ എഫിഷ്യൻസി റിക്വയർഡ് ഈ 60 to 65%. മാക്സിമം എഫിഷ്യൻസി ഇതിൽ വരുന്നത് 60 to 65% ആണ്. അപ്പോൾ അത്രയും എഫിഷ്യൻസി വേണ്ടി വരുന്ന ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് എന്തെടുക്കാം? ഈ സ്പ്ലിറ്റ് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പിടിക്കും. അപ്പോൾ ഇതാണ് സ്പ്ലിറ്റ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടർ. അതിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു? അതിൻ്റെ ഡയഗ്രാം നോക്കിയിട്ട് അവിടെ എന്തുകൊണ്ടാണ് അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്ത് കാരണം അവിടെ എന്തെല്ലാം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കണ്ടീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. XM/RM ഷുഡ് ബി വെരി ഗ്രേറ്റർ ദാൻ XA/RA അത് പറഞ്ഞു. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിനെ സ്പ്ലിറ്റ് ടൈപ്പ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അഡ്വാൻറ്റേജ് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്പ്ലിറ്റ് ടൈപ്പ് മോട്ടറിൽ നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കപ്പാസിറ്റർ സ്റ്റാർട്ട് ടൈപ്പാണ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓക്സിലറി വൈൻഡിങ് സർക്യൂട്ട്, അതായത് എ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോഴ്സ് ആർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ദാറ്റ് എംപ്ലോയ് എ കപ്പാസിറ്റർ ഇൻ ദ ഓക്സിലറി വൈൻഡിങ് സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് എ ഗ്രേറ്റർ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ മെയിൻ ആൻഡ് ഓക്സിലറി വൈൻഡിങ്. സംഭവം ഈ സ്പ്ലിറ്റ് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഓക്സിലറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കപ്പാസിറ്റർ കൂടെ എംപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? അവിടെ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി മാത്രമേ, സ്പ്ലിറ്റ് ഫേസിൽ 30 ഡിഗ്രി മാത്രമേ മാക്സിമം പോകത്തുള്ളൂ. പക്ഷേ ആ ഫേസ് ഡിഫറൻസ് ബീറ്റ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് 30യേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റർ നമ്മൾ ഓക്സിലറി വൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ നെയിം കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ഇറ്റ്സെൽഫ് The name capacitor starts itself shows the motor uses a capacitor for purpose of starting. As the name says, നമുക്ക് എന്ത് ചെയ്യാണ്? ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെൽഫ് സ്റ്റാർട്ടിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്. ദ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ഹാസ് എ കേജ് റോട്ടർ, സ്ക്വിറൽ കേജ് റോട്ടറാണുള്ളത്. പിന്നെ 2 വൈൻഡിങ്സ് ഉണ്ട്. മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്ന 2
വൈൻഡിങ് ഉണ്ട്, മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഈ രണ്ട് വൈൻഡിങ്ങും എന്ന് പറയുന്നത് എന്താണ് 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ദ കപ്പാസിറ്റർ സി എസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കപ്പാസിറ്ററിനെ സി എസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ സി എസിനെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഓക്സിലറി വൈൻഡിങ്ങിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് സീരീസിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എസ് സി ആണ് ഇവിടെ സ്വിച്ച്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, അതും സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഫ്ലോയിങ് ഇൻ ദ കപ്പാസിറ്റർ, ദാറ്റ് ഈസ് ഐ എ ലീഡ്സ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ എ. ഇവിടെ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് ഓക്സിലറി വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എ ആണ്. ഐ എ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ ഫൈ എ ആംഗിൾ കൊണ്ട് ലീഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പടം നമുക്കിവിടെ നോക്കാം. നോക്കൂ, ഇവിടെ സി എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കപ്പാസിറ്ററാണ്. ഇവിടെ സ്വിച്ചിനെ സി എസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്, അത് എസ് സി ആക്കുക. ഓക്കെ, ബാക്കി നമ്മുടെ മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ വോൾട്ടേജും ഐ എയും തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈ എ ആണ്. അതായത് ബി എക്കാൾ ഐ എ ഫൈ എ എന്ന് പറയുന്ന ആംഗിൾ എന്ത് ചെയ്തിരിക്കുന്നു? ലീഡ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the main winding is inductive in nature, so the current flowing in it lags behind the applied voltage by angle phi m. മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് സാധാരണ ഇൻഡക്റ്റീവ് ഇൻ നേച്ചറാണ്. നേച്ചർ ഇൻഡക്റ്റീവ് ആണ്, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനേക്കാൾ ഫൈ എം എന്ന് പറയുന്ന ആംഗിൾ ലാഗ് ചെയ്താണ് ഉണ്ടാവുക. ദർ വിൽ ബി എ ലാർജ് ഫേസർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു കറണ്ട്സ്. അതുകൊണ്ട് തന്നെ വി നടുക്കൂടെ പോകുന്നു. ഈ ഫേസർ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വി നടുക്കൂടെ പോകുന്നു. ഐ എയും വിയും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ഫൈ എ ആണ്. എമ്മും വിയും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ഫൈ എം ആണ്. സോ അത് തമ്മിലുള്ള അപ്പോൾ ഐ എയും ഐ എമ്മും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഏകദേശം ആ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ദർ വിൽ ബി എ ലാർജ് ഡിഫറൻസ്, അതായത് ഈ രണ്ട് കറണ്ടും ഐ എയും ഐ എമ്മും തമ്മിൽ ഈ കാരണം കൊണ്ട് എന്ത് തന്നെ ഉണ്ടാവും? ഒരു വലിയൊരു കറണ്ട് ഉണ്ടാവും, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ കപ്പാസിറ്റർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കേസിൽ ഐ എയും ഐ എമ്മും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതെന്ത് ചെയ്യുന്നു? വിച്ച് പ്രൊഡ്യൂസ് എ റിസൾട്ടൻ്റ് കറണ്ട് ഐ ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എന്ത് ചെയ്യുന്നു? ഒരു റിസൾട്ടൻ്റ് കറണ്ടായ ഐ എന്ന് പറയുന്ന ഒരു റിസൾട്ടൻ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സിൻസ് ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മോട്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫേസ് ആംഗിൾ ഡിഫറൻസ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് 90 ഡിഗ്രി, ദീസ് മോട്ടേഴ്സ് പ്രൊഡ്യൂസ് വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീറ്റ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ഫേസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇനി സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, ഇവിടെ സി എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററെ സി സഫിക്സ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് പ്രൊവൈഡഡ് സോ ആസ് ടു ഡിസ്കണക്ട് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് when the motor attains speed up to 75 to 80% of the synchronous speed. അത് മാക്സിമം അറ്റൈൻ ചെയ്യുന്ന മാക്സിമം സ്പീഡിൻ്റെ, അതായത് മോട്ടറിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൻ്റെ 75 to 80% വരെ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മെയിൻ വൈൻഡിങ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ടൈപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കണ്ടതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. കാരണം ഓക്സിലറി വൈൻഡിങ് അതുവരെ ഉണ്ട്. അതിൻ്റെ 70 to 80% ആകുമ്പോഴേക്കും ഓക്സിലറി വൈൻഡിങ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഡിസ്കണക്റ്റായി സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ആയി പോകുന്നു അല്ലേ? അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗൽ സ്വിച്ച് അതിൻ്റെ ആപ്ലിക്കേഷന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു? മെയിൻ വൈൻഡിങ് മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രം ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 0.8, അതായത് സ്പീഡിൻ്റെ 0.8, അതായത് 80% ആകുമ്പോഴേക്കും മെയിൻ വൈൻഡിങ് മാത്രം വരുന്നു. ഓക്സിലറി വൈൻഡിങ് എന്ത് ചെയ്യുന്നു? ഡിസ്കണക്ട് ചെയ്ത് വിടുന്നു. The cost of this motor is more as compared to split phase because of the additional cost of the capacitor. കപ്പാസിറ്ററിൻ്റെ അഡീഷണൽ കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ഫേസ് മോട്ടറിനേക്കാൾ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിന്.
ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ക്യാൻ ബി റിവേഴ്സ് by first bringing the motor to the rest condition and then reversing the connection of one of the winding. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതായത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാം. എങ്ങനെ? നമുക്ക് മോട്ടറിനെ ആദ്യം 0 സ്പീഡ് റെസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, കണക്ഷൻ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടേഴ്സിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയെല്ലാം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണോ അവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. കൺവെയേഴ്സ്, ഗ്രൈൻഡേഴ്സ്, പിന്നെ എയർ കണ്ടീഷണർ, കംപ്രസേഴ്സ്, അവിടെയൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം. ദേ ആർ അവൈലബിൾ ടു 6 കിലോ വാട്ട്, അതായത് 6000 വാട്ട് വരെ അതിന് പവർ നൽകാവുന്ന രീതിയിൽ നമ്മുടെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. താങ്ക് യു.